നാസറക്ക എന്താ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ? മനസ്സിലായില്ലേ, ഇതാണ് നമ്മുടെ നിലമ്പൂരിൻ്റെ വികസനം എന്ന് പറയുന്ന ബൈപ്പാസ്. ഓരോ ബഡ്ജറ്റിലും കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ച ഈ ബൈപ്പാസ് ഇന്ന് നിലമ്പൂർ ജനതയ്ക്ക് മാലിന്യങ്ങൾ കണ്ടില്ലേ കൊണ്ടുവന്ന് തട്ടാനുള്ളൊരു സ്ഥലമായി മാറി. ബഹുമാന്യനായ ആര്യാടൻ മുഹമ്മദ് ഇവിടെ കേരളത്തിലെ ജനപ്രതിനിധിയായ സമയത്ത് എന്താണോ ചെയ്തു വെച്ചത് ആ ഒരു സ്പോട്ടിൽ നിന്ന് ഒരു അടി പോലും മുന്നോട്ടാക്കാൻ ഇന്നത്തെ പുതിയ ഈ 9 വർഷക്കാലമായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാതെ ചക്കാലക്കുത്ത് വരെ ഇതേപോലെ കിടക്കുന്നു. അതിലേക്കൊന്ന് ടാറ് ചെയ്യാനോ അതേപോലെ ചക്കാലക്കുത്ത് മുതൽ മുക്കട്ട വരെ സ്ഥലം ഏറ്റെടുത്തതിൻ്റെ ബാക്കി പ്രവർത്തികൾ നടത്താനോ ഇന്ന് വരെ നമ്മുടെ ഈ പുതിയ 9 വർഷത്തെ LDF ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബഹുമാന്യനായ ആര്യാടൻ ഷൗക്കത്തിന്. നമുക്കറിയാലോ ഇവിടെ KSRTC ടെർമിനൽ അത് നമുക്ക് കാണാം. അന്ന് ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന ഈ KSRTC ടെർമിനൽ ഇന്ന് വരെ അതിൻ്റെ മറ്റൊരു പ്രവർത്തനം അതിന് നടത്തിയിട്ടില്ല. അതേപോലെ വടവറം പാലം നിലമ്പൂരിലേക്കുള്ള കവാടം എന്ന് പറഞ്ഞ് അവിടെ UDFൻ്റെ ഭരണകാലത്ത് തുടങ്ങി വെച്ച ഒരു പ്രവൃത്തിയുണ്ട്. ഇന്ന് വരെ അതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിലമ്പൂർ കോളേജ്, ആ കോളേജിൻ്റെ അവസ്ഥ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്. അപ്പോൾ എന്തിനു വേണ്ടി ആര്യാടൻ ഇവിടെ ജയിക്കണം എന്നുള്ളത് ഇവിടുത്തെ മാന്യമായ വോട്ടർമാർ മനസ്സിലാക്കണം എന്നാണ് ഈ അവസരം. ഏകദേശം 9 കൊല്ലയിലെ നമ്മളെ അൻവർ MLA എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ MLA അദ്ദേഹം വന്ന സമയത്തുണ്ടായ അതേ അവസ്ഥ ഒരു കല്ല് പോലും ഇടാൻ ഇതിന് കഴിഞ്ഞിട്ടില്ല. ഒരു കല്ല് പോലും ഒരുപാട് ചെയ്യാമായിരുന്നു, പക്ഷേ ചെയ്തിട്ടില്ല. ഇപ്പോഴും 100 കോടി എത്ര കോടി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് കണ്ടപ്പോൾ പൊതുജനങ്ങളുടെ കണ്ണിൽ കൊടിയിടാനും വേണ്ടി ഒരു പുതിയ പ്രഖ്യാപനമായിട്ടാണ് ആ 100 കോടി. ഓക്കെ.